പടച്ച റബ്ബേ, തല ഇല്ലാത്തത് എങ്ങനെ വളട്ട ഗതിയപ്പ എന്റെ. അല്ലാ, എന്തൊരു കാലാണ് റബ്ബേ, എന്തൊരു കാലാണ്. ആ അതെ അതെ, അല്ലല്ലേ ഞാൻ ഇറങ്ങണ. നീ എവിടെ എത്തി? അപ്പൊ നീ ആ സൂപ്പർ മാർക്കറ്റ് അടുത്ത് നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. ആ ഇൻഷാല്ലാ. എന്റെ ബെൽറ്റ് ബെൽറ്റ് എടുക്കാൻ ആളെ സൂറാടേ കാല് ഇങ്ങനെ വേനിച്ചിട്ട് വയ്യാ. നേരം മുഴക്കുമ്പോട്ട് കോയമ്പൊന്നും ഇങ്ങോട്ട് എടുത്തിട്ട് വാ. ഞാൻ ബെൽറ്റ് എടുത്തിട്ട് പാതി, എനിക്ക് ഓഫീസിൽ പോണോ? ചെല്ലേ കുട്ടിയെ സൂറാ, ജിന്റെ കോയമ്പ് എടുക്ക ആദ്യം. നിന്റെ കാല് വേനിച്ചിട്ടാ ഞാൻ ഈ പറയണത്. ഇവിടെ കുത്തിരിക്കുന്ന ആളാണ്, ഞാൻ പോണ്ട ആളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ അത് എടുത്തിട്ട് ഭാഗി. ഞാൻ ബെൽറ്റ് എടുത്തിട്ട് വരാം. ഇങ്ങോട്ട് വായോജി, ഇവിടെ വാ. അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് തിരക്ക് പിടിച്ച് ഓടുണ്ടല്ലോ. ആരാണ് ഞാന്? എവിടക്ക ചോടണത്? ജാദ്യം കണ്ടതാരാണ്? ആരിനെ ജാദ്യം കണ്ടത്? ഓനെ ജാദ്യം കണ്ടത്? അന്റെ ഉമ്മ എന്നെ പ്രസവിക്കണേറ്റ് മുമ്പ് ഓനെ കണ്ടോ? ഞാൻ അന്ന് കണ്ട കാര്യാണ് പറഞ്ഞത്. ഇന്ന് കണ്ട കാര്യല്ല ഞാൻ ചോദിച്ചായി. ബെൽറ്റ് എടുത്തുകൊണ്ടിരുന്നുണ്ടോ? എനിക്ക് പോണോ? മുപ്പിർക്ക് പോണോ? അന്ന് പറഞ്ഞിട്ട് കാര്യല്ല. ഇനി അങ്ങനൊക്കെ തന്നെ പ്രതീക്ഷ ഉണ്ടോ? അതൊക്കെ പോയി കഴിച്ചെന്ന് പോയി. വൈകുന്നേരം കാണാം, വൈകുന്നേരം 5 മണിക്ക് കാണാം. എന്തിനാ കാണുന്നു വൈകുന്നേരം? ചില ജാതി മാങ്ങണ്ട് കച്ചവടത്തിന് കൊണ്ടുണ്ടേ. കണ്ട എന്താ മൊഞ്ചിച്ചുണ്ടാ അങ്ങനെ തുടുത്തിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങോട്ട് മുറിച്ചു നോക്കണം, എൻ്റെ ഉള്ളിൽ നിറച്ച് പൂയാവും. അത് ജാതി മാങ്ങണ്ട. അങ്ങനെ ഉണ്ട് കുറെ മനുഷ്യന്മാരും. അതേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞ കഥയാണ് എനിക്ക് മനസ്സിലായിക്കണേ. എന്തോ ഈ മാങ്ങയും മൊയ്തൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം എനിക്കുണ്ട്. ആ മാണ്ട എന്താ പതിച്ച് മാങ്ങ വേണിച്ച് മാങ്ങ ആയിക്കോ. ഒന്ന് പറഞ്ഞു കൊടുത്താൽ കേട്ടോ പാപ്പനോട്. മണ്ടാത്തിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞല്ലേ. എന്താ വല്ലോടത്തും കിടക്കണ കാര്യം പറഞ്ഞു ഓനിക്ക്. അന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അന്റെ ഈ വാപ്പൻ ആലോചന ഞാൻ ഇവിടെ വന്ന് നിൽക്കണേ. ഇതിപ്പോ എന്റെ കുടിയിലേക്ക് അങ്ങോട്ട് കയറിയല്ലാൻ പറ്റും. പൂരത്തിന്റെ ആൾക്കാരാണ് അതിന്റെ ഉള്ളിൽ. ആകെ 2 റൂമും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ സർക്കാർ പറഞ്ഞേക്കണേ സാമൂഹിക അകലം പാലിക്കണം എന്നാണ്. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാരുള്ള വീടിന്റെ ഉള്ളിൽ കൂത്തി കയറണ്? എങ്ങനെ അടി മിണ്ടാണ്ടിരിക്ക? അന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിന്നപ്പോ എന്റെ വാശി എന്തായിരുന്നു? എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്നാ. അതൊന്ന് ഒപ്പിക്കാൻ വേണ്ടിട്ട് 12 ലക്ഷത്തിന്റെ കാറ്, 10 ലക്ഷം റുപ്യ സ്ത്രീധനം, ഇതൊന്നും പോരാണ് 101 പവൻ സ്വർണം. ഇതൊക്കെ കൊടുത്തിട്ടാണ് എന്നെ ഇവിടുന്ന് ഇറക്കിയത്. അതിന്റെ ഇടങ്ങറ് എന്താന്നുള്ളത് ഇക്കും പടത്തോൽക്കും മാത്രമേ അറിയുള്ളൂ. ഈ തന്നേന്റെ കണക്ക് പറയുന്നേ അന്റെ ബാപ്പനോടൊന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ തന്നേനെ മാസം 60,000 റുപ്യ ശമ്പളം മേടിക്കുന്ന ഭർത്താവിന്റെ ഭാര്യയായി പറഞ്ഞോളൂ. എന്താ ശമ്പളത്തിന്റെ കണക്ക്? ഇന്നലെ ആ മീൻകാരൻ ഇവിടെ വന്നപ്പോ ഒരു മാസം മറുത്തും പൊരിച്ചും ചെരിച്ചും കഴിച്ചും ഒക്കെ കൂട്ടി തിന്ന് ഇറങ്ങി പോയതാ. എന്നിട്ട് എന്താ ആ കായ് ഉടക്കാൻ ഒരു പണിയും തൊഴിലും ഇല്ലാണ്ടിരിക്കണം. എന്റെ എടുത്ത് കൊടുക്കണ്ടോ വന്ന് ഞാൻ. ശമ്പളത്തിന്റെ കണക്ക് ഈ നക്കാപ്പിച്ച കൊടുത്ത കണക്കൊന്നും ഇവിടെ പറയണ്ട പാപ്പ. സക്കീനന്റെ കല്യാണത്തിന് 1.5 പവന്റെ പണ്ടാ ഞാൻ കൊടുത്ത. അങ്ങളാ കൊടുത്തിന് പറഞ്ഞു കൊടുക്കണത്. എന്തിനു മിണ്ടാണ്ടിരിക്കണ? ഈ സക്കീനയുടെ കല്യാണത്തിന് പോയിട്ട് നക്കിയോരാരാച്ച അവര് കൊടുക്കന്നെ വേണം. ഞാൻ പോയിട്ട് ഞാൻ പോട്ടെ. പ്രാന്താവും. ഭ്രാന്തൊക്കെ ആവും. അങ്ങനെ തന്നെയാണ് കാര്യം പറയുമ്പോ ആൾക്കാർ. എന്താ ബാഗ് ഇട്ടില്ലേ? ഞാൻ കോയമ്പെടുത്ത് തേച്ചു കൊടുക്ക. തൊള്ളയിലേക്ക് എന്തെങ്കിലും പറയിക്കണ്ട. എന്റെ കായും കൊണ്ട് നോക്കിട്ട് ഇന്നെ ചീത്ത പറയാം. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പൊ കോയമ്പിട്ട് തരാം. എന്ത് കോയമ്പ്? ഏത് കോയമ്പ്? കാലുവേന പറഞ്ഞില്ലേ? കാലുവേന ഒന്നും ഇല്ല ഇപ്പൊ. കാലുവേന ഇല്ലാന്നൊക്കെ അറിയാ. ഇത് കുറുമ്പ് പിടിച്ച വേനയാണ്. കുറുമ്പ് പിടിച്ച വേന എന്നോട് എങ്ങനെ പറയാണ്ടിരിക്കണേ? എന്താണിത്? എന്താണ്? അമ്മായിയമ്മ പോരെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നടക്കണ അമ്മായിയപ്പന്റെ പോരാ. അതന്നെ. അങ്ങനെ അമ്മായിയമ്മ പോരുണ്ട്, അമ്മായിയപ്പൻ പോരുണ്ട് അങ്ങോട്ട് വിചാരിച്ചോ. ഇതിപ്പോ എന്റെ ഉമ്മ ഇവിടെ ഉണ്ടായോക്കട്ടെ. നടക്കോ ജാതി പരിപാടി ഇവിടെ? നടക്കോ? ചന്തിമ നല്ല ചാട്ടകം വായിപ്പിച്ച് വെച്ചു പാഞ്ഞുണ്ടാവും ഉച്ച ഇവിടുന്ന്. ഇതിപ്പോ ഞാൻ അതിന്റെ ഉള്ളിൽ പെട്ട്. അല്ലാണ്ട് എന്താണ്? ഹലോ, നമസ്കാരം. LA ഓഫീസ്. സുഗതൻ കൊടുക്കാം. സുഗതനാ കോള്. ഹലോ, സുഗതനാണ്. ബ്രോക്കർ നാരായണ കുട്ടിയോ? ഇന്നലെ വന്നു പറഞ്ഞു, ഭാര്യ പറഞ്ഞു. എന്തിനു മറുപടി തരുന്നു? തന്നോട് ഞാൻ പറഞ്ഞാലോടോ,
പിയൂണോ ക്ലർക്കൊന്നും പറ്റില്ലാന്ന്. ആ എന്റെ മോളെ ഇംഗ്ലീഷ് എം എ ബിഎഡാ. ആ അതിന് പറ്റിയ പയ്യനെ കിട്ടണം. ഒന്നല്ലേ കളക്ടറോ എഞ്ചിനീയറോ IAS IPS അങ്ങനെ ആരെയും. ആ അങ്ങനെ ഉള്ളത് കൊടുത്താൽ മതി. ആ ശരി ശരി. മകൾക്കേ ഒരു കല്യാണാലോചന. യോഗ്യതയുള്ള പയ്യനെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ കരുതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഈ പിയൂണോ അല്ലെങ്കിൽ സ്കൂൾ മാഷോ ക്ലർക്കിനൊക്കെ കൊടുക്കുന്ന. സുഗൻ സാറേ, ഈ ഫോണിന്റെ ബില്ല് അടയ്ക്കുന്നത് ആരാന്നറിയോ? നമ്മളാ സർക്കാർ. അതെ, നമ്മുടെ സർക്കാർ. നമ്മുടെ സർക്കാർ എന്ന് പറയുമ്പോ നമ്മൾ തന്നെ അല്ലേ സത്യ സാറേ? അതെ, സർക്കാർ ഈ ഫോണിന് ബില്ലടയ്ക്കണതേ കുടുംബകാര്യം പറയാനും കല്യാണാലോചന നടത്താനും അല്ല, ഓഫീസ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാ. എന്റെ സാറേ, ഈ ഓഫീസിനകത്ത് കയറിയാൽ നമുക്ക് ആർക്കും മൊബൈലിൽ റേഞ്ച് ഇല്ലാന്ന് അറിഞ്ഞൂടെ? പിന്നെ ഒരു ആവശ്യത്തിന് ബന്ധപ്പെടണമെങ്കിൽ ഈ നമ്പറിൽ തന്നെ പിന്നെ ഏത് നമ്പറാ കൊടുക്കുക? ഇന്നിപ്പോ 4ാമത്തെ കോളാണ് ഈ വന്നേക്കണത്. ഒരാവശ്യം വരുമ്പോഴല്ലേ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ മൊയ്തു സാറേ, ഓഫീസ് ടൈം എത്രയാണെന്ന് സാറിന് അറിയാം? എന്നിട്ട് എന്താ കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്തം കാണിക്കും നിങ്ങൾ? സാറേ, ഫാമിലിയിൽ ചെറിയ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കി തീർത്തിട്ട് വരാറുണ്ട്. ഇത് കുറെ നാളായിട്ട് ഇത് തന്നെയാണല്ലോ പറയണേ. നാളെ ഉണ്ടാവില്ല. നാളെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ മൊയ്തു സാറേ, നാളെ ഇൻസ്പെക്ഷൻ ഉള്ള ദിവസമാണ്. നാളെ എല്ലാവരും കൃത്യസമയത്തോടെ എത്തിക്കൊള്ളണം. അല്ല, അതല്ല, നാളെ വൈകൂലെന്ന് പറയാം. ഞാൻ ഉണ്ടാവും. അതാ ഇത് തന്നെ പറഞ്ഞിട്ടാ എന്നും പോണത്. സാറേ, നീ വൈകില്ല. ഇത് ഒരാൾ ഇന്ന് ചെയ്യുമ്പോൾ നാളെ വേറൊരാൾ ചെയ്യും, മറ്റന്നാൾ വേറൊരാൾ ചെയ്യും. അത് ഇവിടുത്തെ ഫയലുകൾ നീങ്ങണില്ലാന്ന് മേളിൽ നിന്ന് പ്രഷർ. നമസ്കാരം, LA ഓഫീസ്. സുഗതൻ സാർ, ആരാ സംസാരിക്കുന്നത്? അതെ, സുഗതൻ സാറേ, പുറത്തൊരു ചായ കുടിക്കാനായിട്ട്. കുറച്ച് കഴിയും വരും. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞോളാം. അങ്ങോട്ട് വിളിക്കാം. ആയിക്കോട്ടെ. അതെ സത്യൻ സാറേ, സുഗതൻ സാർ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാം. എന്റെ കണ്ണിനൊരു കുഴപ്പമില്ല കേട്ടോ. എന്നാലും എന്റെ സാർ, ആവശ്യത്തിന് ഒരാൾ വിളിക്കുമ്പോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് വിളിക്കണം എങ്ങനെയാണോ? കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടടോ. വിളിച്ചിട്ട് പറയുക സുഗതൻ സാറിന്റെ ഒന്ന് കുറേന്ന്. മതി മതി. അല്ല സാർ, ആരാ വിളിച്ചത്? ഏതോ ബാലൻ, ബ്രോക്കർ. അയ്യോ, ഈ ബാലൻ എന്ന് പറയുന്ന ആള് മോൾക്കുന്നൊരു പുതിയ ആലോചനയായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരിക്കും സാറേ ഇത്. അതെ, സുഗതന്റെ മോളുടെ കല്യാണം നടത്താനല്ല ഈ ഫോൺ എടുത്ത് വെച്ചേക്കുന്നത് ഓഫീസിൽ കേട്ടോ. അല്ല സാറേ, എന്നാ ഞാനൊന്ന് പുറത്തു പോയിട്ടൊന്ന് അയാളെ വിളിച്ചോക്കട്ടെ. ആയിക്കോട്ടെ. എന്നാ സാറേ, വേണ്ട, ഞാൻ മനസ്സിലായിട്ടുണ്ടാവും. ഈ സൂതൻ സാറിന് പുള്ളിയുടെ മോളെ എനിക്ക് കെട്ടിച്ചു തന്നൂടെ? എന്തിനീ ലോകം മുഴുവൻ ചെക്കൻ അന്വേഷിച്ച് നടക്കുന്നത്? ഈ അങ്ങേര് കലക്ടറും ഡോക്ടറൊക്കെ വേണമെന്ന് പറഞ്ഞ് നടക്കല്ലേ? അതിന് കളക്ടറും ഡോക്ടർക്കും ഒക്കെ അതിന് ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെടണം. ചെലവാകാത്ത മുതലാണേ. അല്ലടോ, ഈ ചെലവാകാത്ത മുതലിന് എന്തിനാ ഇജ്ജി കെട്ടാൻ ആഗ്രഹിക്കണത്? ഞാൻ ആലോചിക്കുമ്പോ സൂതൻ സാറിനും വൈഫിനും സർക്കാർ ജോലി ഉണ്ടല്ലോ. ഇപ്പൊ ഈ 2 കൊല്ലത്തിനുള്ളിൽ രണ്ടുപേരും റിട്ടയർഡ് ആവും. അപ്പൊ പെൻഷൻ തന്നെ ഒരു 10,000-70,000 രൂപ ഉണ്ടാവും. ഒറ്റ മോളല്ലേ? ഈ ദീർഘവീക്ഷണം ഓഫീസ് കാര്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഓഫീസ് ഫയലുകൾ എന്തേ പെട്ടെന്ന് നീങ്ങനെ. പിന്നെ ഇപ്പൊ സാറേ, ഇതൊക്കെ കല്യാണം കഴിയുന്നത് വരെയുള്ളൂ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നങ്ങളാണ്. സത്യം സാറേ, ആ കൈ കൊണ്ടേരി. അത് നിങ്ങൾ പറഞ്ഞ അച്ഛനും പ്രതി ശരിയാ അതെ 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 സാറന്മാരെ, ഈ കാര്യത്തിൽ ഞാൻ യോജിക്കൂല. വേണ്ട, അല്ല എല്ലാവരും അങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എന്റെ കാര്യത്തില് പ്രത്യേകിച്ച് നമ്മളെ കാര്യത്തിലും ഇപ്പൊ അവള് ഒരു നിസ്സാര കാര്യത്തിന്റെ മുകളിലുണ്ടായിട്ടുള്ള വഴക്കാണ്. അവളിപ്പോ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലത്രയും. പക്ഷെ അവിടെ ഒരാളെ കണ്ട പറഞ്ഞത് സത്യൻ സാറ് തണ്ടല് ചവിട്ടി ഓടിച്ചിട്ട് വഴക്കിട്ട് പോയാന്നാ പറഞ്ഞത്. അതൊക്കെ സത്യം തന്നെയാണ്. അമ്മായിയപ്പ എന്നെ കണ്ടപ്പോഴും പറഞ്ഞു. നേരെ സാറേ, വെറുതെ പറയാണ്, സാറിന് പ്രാന്താണ്. വെറുതെ തണ്ടലൊടിയൂലല്ലോ. എന്താ സാർ, എന്തുപറ്റി? നേരത്തെ തന്നെ ഫോൺ ചെയ്തില്ലേ ഒരു ബ്രോക്കർ ബാലൻ? അയാളൊരു ആലോചനയായിട്ട് വരാൻ പറഞ്ഞിരുന്നു. പയ്യൻ ഡോക്ടറാ. ഒരുവിധൊക്കെ സംസാരിച്ചാ 90% കല്യാണം നടക്കണ്ടാണ്.
പക്ഷെ മുടങ്ങി. ഓ, ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു വൃത്തി കെട്ടവൻ എൻ്റെ മോളെ പറ്റിയിട്ട് ഇല്ലാത്തത് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് മുടക്കി. ആ പോയത് പോട്ടെ സാറേ, ചിലപ്പോ ഇനി ഇതിനൊക്കെ നല്ല കിട്ടാനായിരിക്കും. അതെ, ഇപ്പൊ ഡോക്ടറല്ലേ, എന്റെ മോൾക്ക് ചിലപ്പോ കളക്ടറേനാവും വിളിച്ചിട്ടുണ്ടാവുക. അതാണ്. അതെ. എന്റെ പറ. നമസ്കാരം, ഡൽഹി ഓഫീസ്. ആ സാറേ. അയ്യോ ഇല്ല സാറേ, സോറി, ഇന്നലെ കുറച്ച് തിരക്കായി പോയി. ഇല്ല ഞാൻ അത് നോക്കിയായിരുന്നു. ഞാൻ പറയാം ഇപ്പം എല്ലാവരോടും പറയാം. ഓക്കെ സാർ, ഓക്കെ. ആ ചെറിയൊരു വിശേഷമുണ്ട്. എന്തുപറ്റി സാറേ? ഇന്നലെ വനിതാ ശിശു വികസന വകുപ്പിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. തിരക്കിൻ്റെ ഇടയിൽ ഞാനത് പറയാൻ വിട്ടുപോയി. കത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്: വനിതാ ശാക്തീകരണം സ്ത്രീധന നിരോധന നിയമം 1961. സർക്കാർ ജീവനക്കാർ സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ വാങ്ങാൻ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഒരു സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് അയക്കണം. 6 മാസത്തിലൊരിക്കൽ ഇത് അയക്കണം. അപ്പൊ ഒരു കൊല്ലത്തിൽ 2 എണ്ണം വേണം. അതെ. ആ അത് ആവാലോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതായത് അതിന് ഡിക്ലറേഷൻ ടു ബി ഗിവൺ ബൈ ദ മെയിൽ എംപ്ലോയീസ് എന്നാണ് ആ ഫോമിന്റെ പേര്. പിന്നെ ഇതിൽ എംപ്ലോയി ഒപ്പിടണം. കൂടാതെ എംപ്ലോയിയുടെ പിതാവ്, അച്ഛനും ഒപ്പിടാം. ആ ഇനിയാണ് അടുത്ത എംപ്ലോയിയുടെ ഭാര്യ ഒപ്പിടണം. എങ്ങനെ എംപ്ലോയി ആരാണോ അയാളുടെ ഭാര്യയും ഇതിൽ ഒപ്പിടണം. ചേട്ട കുടിക്കല്ലോ. അല്ല, തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എംപ്ലോയിയുടെ ഭാര്യയുടെ അച്ഛൻ, അതായത് അമ്മായിയപ്പൻ ഒപ്പിടണം. അമ്മായിയപ്പൻ, ഭാര്യാപിതാവ്, ഭാര്യന്റെ ബാപ്പിയോ? ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റേറ്റ് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മേലധികാരി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം. എന്തോ ഒലക്കമല നിയമമാണ് സാറേ ഇത്. അതെ മൊയ്തു, ഇത് ഞാനുണ്ടാക്കിയ നിയമമല്ല. ആരുണ്ടാക്കിയതാണെങ്കിലും നമ്മളെ ബാപ്പനെ കൊണ്ട് ഒപ്പിടിക്കണത് അത് കുഴപ്പമില്ല. ഈ ഭാര്യന്റെ ബാപ്പയും നമ്മൾ തമ്മിൽ എന്ത് രക്തബന്ധമുള്ളത്? അല്ലെങ്കിൽ തന്നെ കീരിയും പാമ്പും പോലെയാണ് ഞാനും മൂപ്പര് നാട് മുഴുവൻ പറഞ്ഞെടുക്കാൻ നമ്മൾ സ്ത്രീധനം വാങ്ങിയിട്ടാ കല്യാണം കഴിച്ചത്. ഇന്ന് രാവിലെ മൂപ്പരായിട്ട് യുദ്ധം കഴിഞ്ഞ് വരിക. ഞാനേ വല്ലാത്തോരോ നിയമമാണ് സാറേ ഇത്. എൻ്റെ മൊയ്തു സാറെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. സ്ത്രീധനത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്തോരം കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഓരോ കുട്ടികൾ പീഡനം അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം അതുകൊണ്ട് സ്ത്രീധന ധനമാണ്, അതിന്റെ പിന്നാലെ എന്തിനാണ് നമ്മൾ കാശ് മേടിക്കുന്നത്? അത് സാറ് പറഞ്ഞത് ശരിയാ. പെണ്ണ് അന്വേഷിച്ചു വരുന്നവർ ആദ്യം ചോദിക്കുന്നത് സ്ത്രീധനാണ്. ഇനി സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് പെണ്ണില്ല എന്ന് പറയണം. കൊടുക്കരുത് സാറേ, അല്ലാതെ ഉള്ള മിടുക്കൻ ചെറുപ്പക്കാർ നാട്ടിൽ എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും ഞാൻ എല്ലാവർക്കും ഒന്ന് ഫോം തരും. എത്രയും പെട്ടെന്ന് എല്ലാവരും ഒപ്പിട്ട് എനിക്ക് തിരിച്ചു തരും. മൊയ്തു സാറിന്റെ അമ്മായിയപ്പനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് അയാൾ ഒപ്പിട്ട് തരും. സത്യം സാറ് ഭാര്യനെ കൊണ്ട് എങ്ങനെ ഒപ്പിടിക്കും? തണ്ടലി ചവിട്ടി ഓടിച്ചിട്ടേക്കല്ലേ അങ്ങാടി ചെല്ലാൻ പറ്റുമോ? സാറേ, ഭാര്യയെ കൊണ്ട് ഒപ്പിടിക്കൽ നടക്കില്ല, ഭാര്യയുടെ അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കൽ നടക്കില്ല. സത്യം സാറേ, ചിലപ്പോ ഇതിന്റെ പേരിൽ ജോലി പോയിരിക്കും. ജോലി പോവാണെങ്കിൽ പോട്ടെ സാറേ, അല്ലാതെ തെറ്റിപ്പോയ ഭാര്യയുടെയും ഭാര്യയുടെ അച്ഛന്റെ കൊപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യും കാര്യം പിടിച്ച് കിട്ടുന്ന ജോലിയൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജോലിയെ വേണ്ട. നോക്ക്, നല്ല ഒന്നാന്തര കാശ്മീരി ആപ്പിളാണ്. 300 ഉറുപ്പിയാണ് ഇത് കിലോ വില. ഞാൻ പിന്നെ വിലയൊന്നും നോക്കില്ല, 2 കിലോന് വാങ്ങിച്ചു. അതേപോലെ തന്നെ ഇതാ കണ്ട ഞാലിയാണിത്. പക്ഷെ നമ്മുടെ നാടൻ ഞാലിയല്ല, ഇത് പഞ്ചാബിൽ നിന്ന് വരുന്നതാണ്. പഞ്ചാബ് ഞാലിപ്പൂവൻ നല്ല ഒന്നാന്തര ഞാലി, അതും നല്ല വിലയുണ്ട്. വയസ്സുകാലത്ത് ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടിരിക്കണം, നല്ല ആരോഗ്യം നല്ല ഇതായിട്ടിരിക്കുള്ളൂ. ഇതാ അച്ഛൻ വാങ്ങിക്ക്. അച്ഛന് വേണ്ടി വാങ്ങിക്കുമ്പോൾ പിന്നെ വിലയൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. വാങ്ങിക്ക്. അവിടെ ഇരിക്കട്ടെ. എന്നാലും എന്റെ രാഗിണി, ഒരു നിസ്സാരപ്പെട്ട വഴക്കിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നിനക്ക്. എനക്കറിയായിരുന്നുടാ ഇവിടെ തിരക്കി നീ ഇവിടെ വരുമെന്ന്. അത് അച്ഛനെങ്ങനെ അറിയാം? നീ അത്രക്ക് നാണം കെട്ടവനാ. അച്ഛന്റെ ഒരു വർത്തമാനം. ഏതായാലും ഇപ്പൊ വന്നത് നന്നായി.
ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങളങ്ങ് പോയേനെ. അയ്യോ, നിങ്ങൾ എവിടെ പോണം? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലേക്കോ? എന്തിന്? നടുവേദന കാണിക്കാൻ. അച്ഛാ, നടുവേദന ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ? ഞാൻ ഓഫീസിലില്ലേ, ഓഫീസിൽ ഞാൻ ഓടി വരില്ലേ? ഞാൻ കൊണ്ടുപോകില്ല അച്ഛൻ ആശുപത്രിയിലേക്ക്. എനക്കല്ല നടുവേദന, പിന്നാർക്കാണ്? നീ അവളുടെ നടുവല്ലേ ചവിട്ടി ഓടിച്ചത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട, ആശുപത്രി പോവാ. അച്ഛൻ വരണ്ട, ഞാൻ കൊണ്ടുപോക്കോളാം ആശുപത്രിയിലേക്ക്. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളും. ഞാൻ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? വേണ്ട, ഞാൻ അച്ഛൻ്റെ കൂടെ പൊയ്ക്കോളാം. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇതല്ലേ എനിക്ക് പറ്റാത്തത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് കേൾക്കില്ല, പിന്നെ അതിന്റെ മുകളിൽ വേറെ എന്തെങ്കിലും കയറി പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലേന്ന് റെഡിയാവും പോയിട്ട്. ഇനി ഞങ്ങൾ പുറത്തുനിന്ന് വരുമ്പോ അച്ഛന് വല്ലതും വാങ്ങിക്കണോ? എന്തോ വാങ്ങിക്കണമെന്നുണ്ടല്ലോ മനസ്സില്, പറയാതിട്ടാണേ. ലുക്ക് കാണുക. സാറേ പ്ലീസ് സിറ്റ് ഡൗൺ. വെൽക്കം. സാറേ, ഞാനേ ഒരു കാര്യം ഒന്ന് സംശയം തീർക്കാൻ വേണ്ടിട്ടാണ്. ഇത് എന്താ എഴുതിയേക്കണെന്ന് ഒന്ന് നോക്കി നിങ്ങള്. എന്താ എഴുതിയേക്കണേ? ഇത് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആണ്. അതെല്ലേ? ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ്. അപ്പം റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇല്ലടുത്ത് പോയിട്ട് ഇത് കാണിക്കണം. അത് ബാംഗ്ലൂർ ഓർ ചെന്നൈ. ചെന്നൈ അടുത്താണ്. അല്ല സാറേ, എന്തെങ്കിലും പറഞ്ഞു. ഞാനിപ്പോ ഇതിന് വേണ്ടിട്ട് ഇപ്പൊ ഞാൻ ബാംഗ്ലൂർക്ക് ചെന്നൈക്കൊക്കെ പോവാൻ പറ്റുമോ? ഇതില് എഴുതിയിട്ടുള്ള എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാ മതി. അതാണ് പറഞ്ഞത്. എന്താ സംഗതി ചെണ്ട സാറേ, ഞാനേ എന്റെ മരുമകനെ ഓനൊരു ഇൻഷുറൻസ് ചേർന്നുണ്ട് ഇത്രേ. അപ്പൊ ഓനായിട്ട് മയ്യത്തായ ആ കായ് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പേപ്പറിൽ എന്നോട് ഒപ്പിടാൻ പറഞ്ഞേക്കണേ. അപ്പൊ ഇക്കൊരു സംശയം, ഇന്നെ കണ്ണ് ദൃഷ്ടി കണ്ടുകൂടാത്ത ഒരുത്തനാണോ? അപ്പൊ ഇന്നുണ്ട് ഇപ്പൊ ഒരു തുണിയും കുപ്പായൊക്കെ മേടിച്ച് തന്നിട്ട് അതിന്റെ കൂടെ ഇതും കൊണ്ടുവന്നിട്ട് എന്നോട് പറയാ ഇതൊന്ന് ഒപ്പിടാനേ. അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാനിതൊന്നും നിങ്ങളെ കാണിക്കാൻ വന്നാ. ഇക്ക് അത്യാവശ്യം ഭൂമിയും സൗകര്യമൊക്കെ ഉള്ള ഒരാളാണ് ഞാന്. അപ്പൊ ഭൂമി സംബന്ധമായിട്ട് അതിന്റെ വല്ല തട്ടിപ്പ് നടക്കാനാണോ? അങ്ങനെ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ഇതിലുണ്ടോ? ഭൂമി സംബന്ധം ഭൂമി സംബന്ധമായി ഭൂമി എർത്ത്. കറക്റ്റ്. അപ്പൊ എർത്താണ്. എർത്ത് എന്നൊരു വാക്ക് ഇതിലില്ല. അപ്പൊ ഭൂമി സംബന്ധമായ കാര്യങ്ങളേ അല്ല. അല്ല അല്ലേ? പ്രശ്നമില്ല, ധൈര്യത്തിൽ അങ്ങോട്ട്. അൽഹംദുലില്ലാ, എന്തേലും ആവട്ടെ. ഞാനേ ആ ഒരു സംശയം കൊണ്ടായിരുന്നു സാറേ. എന്നാ ശരി കേട്ടോ.